നിങ്ങളുടെ ഡോഗ് പലപ്പോഴും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളിത് ചിന്തിച്ചിട്ടുണ്ടാവും എന്തായിരിക്കും കാരണം എന്ന്. അപ്പോൾ ആ കാരണം അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഫുൾ കാണുക. സോ വെൽക്കം ബാക്ക് ടു DVM. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലക്കിയുടെയും ലോക്കിയുടെയും വീട്ടിലേക്കാണ്. അപ്പോൾ ഇതാണ് ലക്കിയെ നിങ്ങൾക്ക് നേരത്തെ കണ്ട് പരിചയം കാണും. നമ്മുടെ പേജൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇവനെ അബാൻഡൻ ചെയ്തതും അതുപോലെ തന്നെ നമ്മൾ ഈ ചേട്ടൻ വഴി നമ്മളെ വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി റെസ്ക്യൂ ചെയ്ത് അവനെ എടുത്തുകൊണ്ട് ഒരു ഗ്രൂമൊക്കെ ചെയ്ത് പിന്നെ അവനെ ഒരു നല്ലൊരു വീട്ടിലേക്ക് അവന് അഡോപ്ഷനൊക്കെ കൊടുത്തതും പിന്നെ അവന് നല്ലൊരു ബ്രദർ ലോക്കിയെ അവിടെ കണ്ടുമുട്ടിയത് ഇവന് ലക്കി എന്ന് പേരിട്ടതും ഒക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവരുടെ ഏനൽ ഗ്ലാൻഡ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഏനൽ ഗ്ലാൻഡ് എക്സ്പ്രഷൻ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ ഞാൻ ആദ്യം കാണിച്ച ഫോട്ടോയിൽ ഡോഗ് ഇങ്ങനെ ബാക്ക് വെച്ചിങ്ങനെ എരച്ചരച്ച് പോകുന്നത് നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും. എല്ലാ പെറ്റ് ഓണേഴ്സും ഒരു പ്രാവശ്യമെങ്കിലും അത് കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അതിന് കാരണം ഇപ്പോൾ സ്ക്വീസ് ചെയ്യുന്നത് ഏനൽ ഗ്ലാൻഡാണ്. അപ്പോൾ നമ്മുടെ ഡോഗിൻ്റെ മലദ്വാരത്തിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഒരു പൗച്ച് പോലെ ഒരു ഗ്ലാൻഡ് ഉണ്ട്, ഏനൽ ഗ്ലാൻഡ്. ഇതിൽ നിന്നൊരു ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ മലം പോകുന്ന സമയത്ത് വളരെ സ്ട്രെസ്ഫുൾ അല്ലാത്ത രീതിയിൽ മലം പെട്ടെന്ന് പോകാൻ വേണ്ടി ആ ഒരു ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടും അതുപോലെ ഒരു ഡിഫെൻസിന് വേണ്ടിയിട്ട്. പിന്നെ പട്ടികളൊക്കെ വേറൊരു പട്ടിയെ കാണുന്ന സമയത്ത് അവർ ബാക്കിൽ വന്ന് മണപ്പിച്ചിട്ടാണ് ഇവനെ തിരിച്ചറിയുന്നത്. നീ അവനാണല്ലേ എന്ന് തിരിച്ചറിയുന്നതൊക്കെ ഈ ഒരു ഇതിൻ്റെ സ്മെല്ലാണ്. ആ ഒരു ഫൗൾ സ്മെല്ലുണ്ട്, ഓരോ ഡോഗിനും അത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫൗൾ സ്മെല്ലാണ് ഈ ഫ്ലൂയിഡിനുള്ളത്. അപ്പം ഇത് പലപ്പോഴും നമ്മൾ ഡോഗ് പൂപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി മലം പോകുന്നതിൻ്റെ കൂടി ഈ ഫ്ലൂയിഡ് ആ ഏനൽ ഗ്ലാൻഡിൽ നിന്ന് എംറ്റി ആയി പോവാറുണ്ട്. പലപ്പോഴും അങ്ങനെ പോവാറില്ല. അപ്പോൾ അങ്ങനെ പോവാതിരിക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, ആ ഗ്ലാൻഡിൽ ഇത് കെട്ടിക്കിടന്ന് അത് പിന്നെ അവസാനം ഇൻഫെക്ഷൻ ആവാം, ബ്ലോക്കേജ് ഉണ്ടാക്കാം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും, ഇറിറ്റേഷൻ ഉണ്ടാക്കാം, ആപ്സസ് ഉണ്ടാവാം. അതിനകത്ത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഏനൽ ഗ്ലാൻഡ് ക്ലീൻ ചെയ്യുന്നത്. നിങ്ങൾ ഡോഗ്സിനെ നിങ്ങളുടെ പെറ്റ്സിനെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ വഴി നിങ്ങൾക്ക് ഈ ഏനൽ ഗ്ലാൻഡ് ക്ലീൻ ചെയ്യിപ്പിക്കാം. എക്സ്പേർട്ടായിട്ടുള്ളവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. കാരണം ഡോഗ്സിന് അവിടെ പിടിക്കുന്നത് സെൻസിറ്റീവ് ഏരിയയാണ്. സോ എക്സ്പേർട്ടായിട്ടുള്ളവർക്ക് മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. വെറ്റിനറിയനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇല്ല നിങ്ങൾക്കത് അറിയാമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം. ജസ്റ്റ് സ്ക്വീസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് ഇത് വരും. അപ്പോൾ ക്ലീൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗ്രൂമിങ് സെൻറ്ററിൽ നമ്മൾ എല്ലാ ഡോഗ്സിനും ഇത് ചെയ്യാറുണ്ട്. മിക്കവർക്കും കാണത്തില്ല. കാരണം ഞാൻ പറയല്ലേ, നമ്മൾ പൂപ്പ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് എംറ്റി ആവും. അങ്ങനെ എംറ്റി ആവാത്തവർക്കാണ് ഇത് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു സ്മെല്ല് നിങ്ങൾക്കുണ്ടെങ്കിൽ, കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കാരണം. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് ഇറിറ്റേഷൻ വന്നിട്ടാണ് അവരിങ്ങനെ സ്കൂട്ട് ചെയ്യുന്നത്, ഇങ്ങനെ തറയിലൊക്കെ ഇരുന്ന് അവിടെ. അപ്പോൾ എന്തായാലും ലക്കിയും ലോക്കിയൊക്കെ ഹാപ്പി, ഞങ്ങളും ഹാപ്പി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ നല്ല വീഡിയോസിന് വേണ്ടി ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ബൈ ഗൈസ്.